എല്ലാവർക്കും നമസ്കാരം. ശ്രീ പരമേശ്വരനും പാർവതി ദേവിക്കും ഏറെ സന്തോഷമുള്ള ദിനമാണ് പ്രദോഷം. ഈ പ്രദോഷത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് ശ്രീ മഹാദേവൻ ദേവിയെ രത്നപീഠത്തിലിരുത്തി ഭഗവാൻ നൃത്തം ചെയ്യുന്നു. ഈ അപൂർവ ദർശനത്തിനായി ബാക്കി ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും. അതിനാൽ തന്നെ പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം കിട്ടുന്നതാണ്. മാസത്തിൽ 2 പ്രദോഷമുണ്ട്, കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും. പുണ്യമായ കർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് പ്രദോഷം. ആയുരാരോഗ്യ സൗഖ്യവും സന്താന സൗഖ്യവും ദാരിദ്ര്യശമനം എല്ലാം വരുന്നതാണ് ഈ പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ. പ്രത്യേകിച്ചും തിങ്കൾ ശനി ദിവസങ്ങളിൽ വരുന്നത്. പ്രദോഷം പൂർണ്ണ ഉപവാസമായിട്ടെടുത്താൽ നല്ലത്. സാധിക്കാത്തവർ ഒരിക്കൽ ഊണ് എന്ന നിലയിൽ അനുഷ്ഠിക്കാം. തലേന്ന് തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോവുക. അവിടെ ഇരുന്ന് 108 തവണയെങ്കിലും നമഃശിവായ ജപിച്ചാൽ നല്ലത്. കൂടാതെ ശിവസഹസ്രനാമം, ശിവാഷ്ടകം എല്ലാം ജപിക്കുക. ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കും പ്രദോഷം എടുത്താൽ. മാസത്തിൽ 1 തവണയെങ്കിലും വ്രതം എടുക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.